ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലോങ് സ്പെൽ ഓഫ് ആബ്സെൻസ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം എനിക്ക് ശബ്ദം തീരെ ഇല്ലായിരുന്നു. നമ്മൾ ഷോർട്സ് വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. പക്ഷേ അതൊരു 1 minute വീഡിയോ വളരെ ആയാസപ്പെട്ട് എടുത്തോണ്ട് എന്റെ നോർമൽ സൗണ്ടിലേക്ക് സത്യം പറഞ്ഞാൽ തിരിച്ച് ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇനിയും ഇത് ഇടയ്ക്ക് ഇതുപോലെ അത് വന്നാൽ ബ്രേക്ക് ആയി പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് പറ്റുമ്പോൾ എല്ലാം ചെയ്യാം. അതെനിക്ക് ഇപ്പൊ പ്രോമിസ് പറയാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പോലും പൂർണ്ണമായിട്ടൊന്നും മാറുന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ ആകെപ്പാടെ ഒരു ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒന്നല്ല 2 ന്യൂസ്. ഒന്നെന്ന് പറയുന്നത് മൊയ്സു ടു മീറ്റ് മോഡി റിക്വസ്റ്റ് ഇന്ത്യ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. മൊയ്സു ടു മീറ്റ് മോഡി റിക്വസ്റ്റ് ഇന്ത്യ സപ്പോർട്ട് എന്ന ന്യൂസ് ആണ്. അപ്പം മുഹമ്മദ് മൊയ്സു, അതായത് മാൽദീവ്സിന്റെ പ്രസിഡന്റ്, ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉയർത്തിയാണ് മാൽദീവ്സിൽ അധികാരത്തിലുള്ള ഇന്ത്യ ഔട്ട്. കാരണം ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻ വരാൻ കാര്യം അവിടുത്തെ മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ പലതും ഇന്ത്യയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം മാത്രം കൊണ്ടല്ല. ഇന്ത്യയുടെ കുറച്ച് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻസ് മാൽദീവ്സിൽ ഉണ്ടായിരുന്ന കാര്യം ഇന്ത്യ സമ്മാനമായി അവർക്ക് കൊടുത്ത, ഗിഫ്റ്റായിട്ട് അവിടെ കൊടുത്ത ഒരു പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു. ആ പ്ലെയിനിനെ പരിപാലിക്കുന്നതിന് വേണ്ടി അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് ഇന്ത്യൻ മിലിറ്ററി പേഴ്സണൽസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യയുടെ മിലിറ്ററി പ്രസൻസ് അവിടെ വേണ്ട, ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്ന വികാരം ഉയർത്തിക്കൊണ്ട്, അവിടുത്തെ ദേശീയ വികാരം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്, മുഹമ്മദ് മൊയ്സു. അതിനുശേഷം സാധാരണ മാൽദീവ്സിന്റെ പ്രസിഡന്റുമാര് അവിടെ അധികാരത്തിൽ വന്ന് ആദ്യം വിസിറ്റ് ചെയ്യുന്ന ഇന്ത്യയിലേക്കാണ്. പക്ഷെ മുഹമ്മദ് മൊയ്സു ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, 2-3 രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ, ചൈനയും UAE ഒക്കെ വിസിറ്റ് ചെയ്തു, ടർക്കിയെയും ഒക്കെ. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് മോദിയുടെ അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള ചില മിനിസ്റ്റേഴ്സ് മോഡിക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. അപ്പൊ മോഡി അതിന് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്തു. ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്തപ്പോൾ അത് മാൽദീവ്സിന് അവിടുത്തെ ടൂറിസത്തിനെ തകർക്കാനാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായി. അങ്ങനെ ആകെ വിഷയങ്ങളായി. പക്ഷേ മാൽദീവ്സിന്റെ കാര്യം മനസ്സിലായി. ഈ ശ്രീലങ്കയ്ക്ക് ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ശ്രീലങ്കയിൽ ഇതുപോലെ മഹിന്ദ രാജപക്സെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ശ്രീലങ്ക ആന്റി ഇന്ത്യ ഒരു ഫീലിംഗ് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി. അദ്ദേഹവും ചൈന ടിൽറ്റ് ആണ് ചെയ്തത്, അല്ലെങ്കിൽ ചൈനയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ടിൽറ്റ് ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചത്, ചൈന അവിടെ ഹമ്പൻടോട്ട പോർട്ടും മറ്റാല എയർപോർട്ടും ഒക്കെ ഉണ്ടാക്കി. അതൊക്കെ അവിടുത്തെ വൈറ്റ് എലിഫൻസ് ആയിട്ട് മാറി. അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാതായി. പക്ഷെ ചൈനയ്ക്ക് ഈ ഇതൊക്കെ ചെയ്തതിനുള്ള പൈസ ശ്രീലങ്ക കൊടുത്തു തീർക്കേണ്ടതായിട്ട് വന്നു. ശ്രീലങ്ക കടക്കണിയിലായി, ഫിനാൻഷ്യൽ ക്രൈസിസിലായി. ചൈന പക്ഷേ ഡിൻ ഗീവ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ ശ്രീലങ്കൻ എക്കോണമി അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ഡിൻ ഗെറ്റ് എനി കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ചൈന ഇനിഷ്യലി. അപ്പൊ ആ ഇനിഷ്യൽ സപ്പോർട്ട് ഇന്ത്യയാണ് അവർക്ക് കൊടുത്തത്. ഇന്ത്യ ഒരു $4 ബില്യൺ സാമ്പത്തിക സഹായം ശ്രീലങ്കയ്ക്ക് കൊടുത്തത്. ശ്രീലങ്കയ്ക്ക് മനസ്സിലായി എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ സൗത്ത് ഏഷ്യയില് ഈ ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ നെയ്ബറിംഗ് കൺട്രീസിന്റെ ഇന്ത്യയാണ്. പാകിസ്ഥാൻ ഒഴിച്ച് പാകിസ്ഥാനും ഡിപ്പെൻഡ് ചെയ്യാമായിരുന്നു ഇന്ത്യ. പക്ഷെ പാകിസ്ഥാൻ അത്രയും വലിയൊരു റൈവൽറി കാശ്മീർ ഇഷ്യൂവിന്റെ പേരിലൊക്കെ ഇന്ത്യ ഒരു വച്ച് പുലർത്തുന്നതുകൊണ്ടാണ്. ഇപ്പൊ ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്ന പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ എന്ന് പറഞ്ഞ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് ആണ്. അദ്ദേഹം നോർമലി ചൈനയോടാണ് ഒരു ടിൽറ്റ് കാണിക്കുന്നത്. പക്ഷെ അദ്ദേഹം കാണിക്കൂല. കാര്യം അദ്ദേഹത്തിന് അറിയാം പ്രാക്ടിക്കലി ശ്രീലങ്കയുടെ എക്കോണമിയെ സ്റ്റിയർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സപ്പോർട്ട് ട്രസ്റ്റ് ആയിട്ട് കിട്ടാം. ഇന്ത്യ ഒരു ട്രസ്റ്റ് അലയൻസ് പാർട്ണർ ആണെന്ന് അവർക്ക് അറിയാം. ഇതിപ്പോ മാൽദീവ്സിന്റെ പ്രസിഡന്റ് മനസ്സിലായ കാര്യം. ഇന്നത്തെ ഹിന്ദുവിന്റെ അകത്ത പേജുകളിലേക്ക് പോകുമ്പോൾ മാൽദീവ്സ് ഈസ് അണ്ടർ സിവിയർ എക്കണോമിക് ക്രൈസിസ്. അവർക്ക് കുറെ ഡെറ്റ് സർവീസ് ചെയ്യാണ്ട്, ഒരുപാട് രാജ്യങ്ങൾക്ക് അവർ കടം കൊടുത്തു തീർക്കാണ്ട്. ആ ഡെറ്റ് സർവീസിങ്ങിന് മാൽദീവ്സിന് പറ്റൂല. കാര്യം മാൽദീവ്സിന്റെ വരുമാനത്തിനേക്കാളും കൂടുതലാണ് അവർ കൊടുത്തു തീർക്കേണ്ട കടം അടുത്ത വർഷങ്ങളിൽ. അതിന് ഇന്ത്യയുടെ സപ്പോർട്ട് അവർക്ക് വേണം. അതിന് ചൈനയുടെ സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്ന് ഈ മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തിന്റെ ടോൺ ആൻഡ് ടെനർ മാറിയത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വിട്ടു. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം റീകാലിബ്രേറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം മോഡിയുടെ ഓത്ത് ടേക്കിംഗ് സെറമണിയിൽ ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് വന്നു. ഇപ്പൊ എന്താ ഒഫീഷ്യൽ വിസിറ്റിന് വന്നേക്കുകയാണ്. അപ്പോ മാൽദീവ്സ് എന്നുള്ള രാജ്യം ഇനിഷ്യലി ഈ മുഹമ്മദ് മൊയ്സുവിന്റെ ബിഗിനിങ്ങിൽ അദ്ദേഹം ഇന്ത്യ ഔട്ട് ക്യാമ്പയിനൊക്കെ അങ്ങനെ ഒരു റെട്ടറിക്കൊക്കെ അവിടെ കൊണ്ടുവന്ന് ഒരു ആന്റി ഇന്ത്യ ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കി അധികാരത്തിൽ വന്നെങ്കിലും ഇന്ന് അദ്ദേഹം ഇന്ത്യയായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വേ ഔട്ട്. അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ മുഹമ്മദ് മൊയ്സു ഈസ് ഓൺ an official visit to India. He will be here for 4 days. അതാണ് ഒരു ന്യൂസ്. ഇനി രണ്ടാമത് വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ന് എയർഫോഴ്സ് ഡേ ആണ്, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ. അതിന്റെ ഭാഗമായിട്ട് ചെന്നൈയിലെ മരീന ബീച്ചിൽ ഭയങ്കര ഒരു എയർഫോഴ്സ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ചെന്നൈയിലെ മരീന ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ജയലളിതയുടെയും കരുണാനിധിയുടെയും MGRന്റെ ഒക്കെ
റെസ്റ്റിംഗ് പ്ലേസും കൂടെയാണ് മറീന ബീച്ച് എന്ന് പറഞ്ഞാൽ. മറീന ബീച്ചിൽ എയർഫോഴ്സ് ഡേ പ്രമാണിച്ച് വലിയ എയർഫോഴ്സ് ഷോ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ എയർഫോഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ October 8 ആണ്. അപ്പം അതും അറിഞ്ഞിരിക്കുക. ഇത് രണ്ടേ ഉള്ളൂ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ബാക്കി 2 ന്യൂസുകളും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇനി നെക്സ്റ്റ് പേജ് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ ഹിമാന്ത ബിശ്വ ശർമ്മ, അസാമിന്റെ ചീഫ് മിനിസ്റ്റർ, അവിടെ ചൈൽഡ് മാരേജ് ഇറാഡിക്കേറ്റ് ചെയ്യും ബൈ 2026 എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അസാമിൽ ഭയങ്കരമായിട്ട് ചൈൽഡ് മാരേജ് ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്. അവിടെ ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവരുടെ വ്യക്തി നിയമങ്ങളൊക്കെ അനുസരിച്ചാണ് പല വിവാഹങ്ങളും നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെയൊക്കെ ഇപ്പം കർബ് ചെയ്യാനുള്ള നിയമമൊക്കെ ഇപ്പം ആസാമിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. അങ്ങനെ ചൈൽഡ് മാരേജിനെ 2026 കൂടി കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യും ഫ്രം ആസാം എന്ന് ഹിമാന്ത ബിശ്വ ശർമ്മ ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നു. അതുപോലെ മേഘാലയയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിക്കാം. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് കൊൺറാഡ് സക്മയാണ്. ആരാണ് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ? കൊൺറാഡ് സക്മ. അത് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഇവിടെ എഴുതിയിടാം. കൊൺറാഡ് സക്മയാണ് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നീട് ഹരിയാനയിൽ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു. ഹരിയാനയിലെ ഇലക്ഷനിലെ ഒപ്പീനിയൻ പോൾസ് എക്സിറ്റ് പോൾ അനുസരിച്ച് കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഹിന്ദി ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റുകളുണ്ട്. ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹൃദയഭൂമി. ആ സ്റ്റേറ്റുകളിൽ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ഇന്ന് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. കോൺഗ്രസ് ഈസ് ഗോയിങ് ടു ഗെറ്റ് അനദർ സ്റ്റേറ്റ് ഇൻ ഹിന്ദി ഹാർട്ട്ലാൻഡ്, ദാറ്റ് ഈസ് ഹരിയാന. അത് നാളെ അറിയാം. നാളെയാണ് റിസൾട്ട് വരുന്നത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരും ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ വരുന്ന സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിയാണ്, ഒരു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു ഇതാണ് എക്സിറ്റ് പോളൊക്കെ പ്രഡിക്ട് ചെയ്തത്. അവിടെ എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും ഹരിയാന ഇലക്ഷനെ കുറിച്ചുള്ള ന്യൂസുകളും അവിടെ കാണാം. ഓക്കെ, ഹരിയാന 10 years ആയിട്ട് BJPയുടെ റൂളിലാണ്. അപ്പൊ അതാണ് അവിടുത്തെ ന്യൂസുകൾ. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ലഡ്കി ബഹിൻ സ്കീം എന്ന് പറഞ്ഞ് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്കീം മഹാരാഷ്ട്രയിലുണ്ട്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. സിമിലർ സ്കീംസ് ആർ അവൈലബിൾ ഇൻ അതർ സ്റ്റേറ്റ്സ് ഓൾസോ. വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് ലൈക്ക് സ്റ്റേറ്റ്സ്. എനിക്കൊന്ന് കർണാടകത്തിലും ഉണ്ട്. ഇതിപ്പം അവിടെ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ വരികയാണ്. അവിടെയും BJP ആണ് കുറെ കാലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP is under trouble in Maharashtra also due to anti-incumbency on all those states. BJP completed more than 10 years of uninterrupted rule. അപ്പൊ ഒബ്വിയസ്ലി അത് ആന്റി ഇൻകംബൻസി ഫീലിംഗ്. ഇപ്പം തന്നെ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് 10 years കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വലിയൊരു ആന്റി ഇൻകംബൻസി ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ അതുണ്ടായി ഭരണ വിരുദ്ധ വികാരം. അത് ഇന്ത്യ പോലുള്ള ഡെമോക്രസീസിൽ എപ്പോഴും ഉള്ളൊരു സംഗതിയാണ്. അപ്പൊ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ഈ നവംബറിൽ നടക്കും. മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ is going to announce it very soon in elections in Maharashtra and Jharkhand. Both these states are going to polling booth simultaneously. അപ്പൊ ജാർഖണ്ഡിൽ ഇപ്പൊ ഹേമന്ത് സോറനാണ് ചീഫ് മിനിസ്റ്റർ. അത് JMM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലീഡറാണ് ഹേമന്ത് സോറൻ. JMM ജാർഖണ്ഡ് മുക്തി മോർച്ച. അതുപോലെ ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ. ഹീസ് ശിവസേന ലീഡർ, ബട്ട് BJP is the biggest party in their alliance. അപ്പോ ഏകനാഥ് ഷിൻഡെ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ കർണാടകത്തിൽ കാസ്റ്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. അതിപ്പോ വലിയ പ്രാധാന്യം കൊടുക്കണ്ട. കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് നടപ്പാക്കിയ സ്റ്റേറ്റ് കർണാടക അല്ല. കാസ്റ്റ് സെൻസസ് ചെയ്ത സ്റ്റേറ്റ് അത് ബീഹാറാണ്. ബീഹാറിലും കാസ്റ്റ് സെൻസസ് അനുസരിച്ച് മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാസ്റ്റ് സെൻസസിലെ ഫൈൻഡിങ്സ് ഒക്കെ ഇടയ്ക്ക് അവർ പബ്ലിഷ് ചെയ്തായിരുന്നു നിതീഷ് കുമാർ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആ പേജിൽ പറയാനുള്ളത്. ഇപ്പോ കർണാടകത്തിൽ കാസ്റ്റ് സെൻസസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പൊടി തട്ടിയെടുക്കാൻ ഒരു കാര്യമുണ്ട്. 2018 അത് കഴിഞ്ഞാണ്. ഇപ്പോ മിനിഞ്ഞാന്തത്തെ ഇന്നലത്തെ ഞങ്ങളുടെ ഹിന്ദുവിൽ എഡിറ്റോറിയലും അതിലൊരു ആർട്ടിക്കിളൊക്കെ അതിനെ കുറിച്ചായിരുന്നു. ഈ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ ഒരു കറപ്ഷൻ കേസിൽ പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മൈസൂരിൽ ലാൻഡ് അലോട്ട് ചെയ്തില്ല. അപ്പൊ ആ ലാൻഡ് തന്നെ അവർ വേണ്ടെന്ന് വെച്ചു. സോ അവിടെ എന്തോ പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ അവർ ലാൻഡ് വേണ്ടെന്ന് വെക്കൂലല്ലോ. അവരെ കൈകൾ ശുദ്ധമാണെങ്കിൽ അവരെ കിട്ടിയ ലാൻഡ് വേണ്ടെന്ന് വെച്ചു. 55 കോടി രൂപയുടെ ലാൻഡ് അവർക്ക് കിട്ടി. അപ്പം ആ ഒരു സംഭവത്തിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാം. കേരളത്തിലൊക്കെ പല പല ടാക്ടിക്സ് ഉപയോഗിച്ച് ഒരു കാര്യത്തിൽ വേറൊരു കാര്യത്തിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള അലിഗേഷൻസ് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ കാസ്റ്റ് സെൻസസ് പൊടി തട്ടിയെടുക്കുന്നത്. അത് രാഷ്ട്രീയം, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. പിന്നീട് ഇത് കേരള ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. സ്റ്റിൽ അതൊരു
അറിയപ്പെടുന്ന ഒരു നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു അവാർഡ് ആയതുകൊണ്ട് ഞാൻ പറയാം. വയലാർ അവാർഡ് കേരളത്തിൽ അറിയപ്പെടുന്ന ലിറ്റററി അവാർഡാണ് വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഇപ്രാവശ്യം കിട്ടിയത് കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ്. അശോകൻ ചരിവിൽ എന്ന് പറയുന്ന നോവലിസ്റ്റ് എഴുതിയ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിന് വയലാർ അവാർഡ് കിട്ടിയെന്നൊരു ന്യൂസും ഹിന്ദു ന്യൂസ് പേപ്പറിലെ സ്റ്റേറ്റ്സ് പേജിൽ കാണാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജ്. ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നത്തെ പൊതുവേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനില്ല. എ ഡിഫീറ്റ് ഫോർടോൾഡ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഈ ഡിഫീറ്റ് ഫോർടോൾഡ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ മാവോയിസ്റ്റുകളുടെ പതനത്തിനെ കുറിച്ചാണ്. മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത്, ഞാനൊക്കെ ഈ ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, ജോലിയിലേക്ക് കയറുന്ന സമയത്ത്, മാവോയിസ്റ്റ് പ്രോബ്ലം വാസ് ദ ബിഗ്ഗസ്റ്റ് ഇന്റേണൽ ഇൻസർജൻസി പ്രോബ്ലം ഇൻ ഇന്ത്യ. ഒരു റെഡ് കോറിഡോർ എന്ന് പറയുന്ന സംഭവം തന്നെ ഇന്ത്യയിലുണ്ട്. റെഡ് കോറിഡോർ, ചുവന്ന ഇടനാഴി. മാവോയിസ്റ്റുകളുടെ സ്വാധീന മേഖലകൾ ഇന്ത്യയിൽ 8-10 സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയായിരുന്നു. ആന്ധ്രയിൽ നിന്ന് തുടങ്ങി ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, പിന്നീട് വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ കുറെ സ്റ്റേറ്റുകൾ, ബീഹാർ, ഇതെല്ലാം കൂടെ ചേർന്നൊരു റെഡ് കോറിഡോർ. അതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റിയിലെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു. ടെററിസം ഒന്നും അല്ലായിരുന്നു. ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഫോർ India's security forces, especially CRPF, Central Reserve Police. They were deputed for fighting this menace of Maoist crisis. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള കോമ്പിംഗ് ഓപ്പറേഷൻസും ഒക്കെ ഉപയോഗിച്ച് മാവോയിസ്റ്റുകളുടെ മിക്കവാറുള്ള സിറ്റാഡൽസിനെയും തകർക്കാൻ ഇന്ത്യയുടെ CRPF-നും മറ്റു പോലീസ് ഫോഴ്സസിനും കഴിഞ്ഞു. CRPF മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പോലീസ് ഫോഴ്സസിനും. ഇപ്പോ ഛത്തീസ്ഗഡില് ദണ്ഡേവാഡ ഒക്കെ ഉൾപ്പെടുന്ന മേഖലകളിൽ തന്നെ അവരൊക്കെ ആയിരുന്നു. ഈ ദണ്ഡേവാഡ മേഖല, സുഖമ എന്ന് പറയുന്നൊരു മേഖല, അവിടെയൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള ഇവരുടെ പ്രോബ്ലം. പക്ഷെ അവിടെ എല്ലായിടത്തും ഇപ്പം അവർ തകർന്നുകൊണ്ടിരിക്കുക. 100 കണക്കിന് പേരാണ് ഈ വർഷം തുടങ്ങിയതിനു ശേഷം തന്നെ ഛത്തീസ്ഗഡിൽ കില്ല് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഒരു 10-100 പേരെ കില്ല് ചെയ്തു മാവോയിസ്റ്റുകള്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനാലിസിസ് ആണ് ഡിഫീറ്റ് ഫോർടോൾഡ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. അപ്പൊ ഈ ഡിഫീറ്റ് ഫോർടോൾഡ് എന്ന് പറയാൻ കാര്യം എന്താണ്? ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ചൈനയിൽ 1920s പ്രയോഗിക്കപ്പെട്ട ഒരു ഐഡിയോളജി. മാവോ എന്ന് പറയുന്ന ചൈനയുടെ ഫൗണ്ടർ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഫൗണ്ടറായ മാവോയുടെ ഐഡിയോളജി, അത് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഐഡിയോളജിയാണ്. ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വയലൻസിൽ കൂടെ വിപ്ലവം എന്ന് പറയുന്ന സംഭവം. അത് ഇന്ത്യ പോലുള്ള ഒരു ഡൈവേഴ്സ് കൺട്രിയിൽ, അത് പ്രത്യേകിച്ച് ഡെമോക്രസി ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു നേഷനിൽ, ആ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യത്ത്, ഈവൻ മൈനോറിറ്റീസ് ഒക്കെ ഒരുപാടുള്ള രാജ്യമായിരുന്നിട്ട് പോലെ ഇവിടെ ഈ ആ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ നമ്മൾ ഉണ്ടെന്ന് പറയുമ്പോഴും സത്യത്തിൽ മറ്റു പല രാജ്യങ്ങളും ഇത്രയും ഡൈവേഴ്സ് അല്ലാത്ത രാജ്യങ്ങളുള്ളതിന്റെ അത്ര കോൺഫ്ലിക്റ്റുകൾ ഇന്ത്യയിലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ സെക്യുലറിസത്തിന്റെയും ഇന്ത്യയുടെ ഡെമോക്രസിയുടെയും ബ്യൂട്ടി കൊണ്ടാണ്. അത്തരൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ വയലന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും സക്സസ് ആവാൻ പോകുന്നില്ല. ഇവർ ട്രൈബൽസിന്റെ ഇടയിലാണ് കൂടുതലും ഇവർ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ട്രൈബൽസിന്റെ ഇടയിൽ തന്നെയാണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ട്രൈബൽസ് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് നേരിട്ടു എന്നുള്ളതൊരു ഫാക്ട് ആണ്. ട്രൈബൽസ് ഇപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ട് ആണ്. പക്ഷേ ഗവൺമെന്റ് അതിനെ കൗണ്ടർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രൈബൽ ഡോമിനേറ്റഡ് ഏരിയാസിൽ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടപ്പാക്കിക്കൊണ്ടാണ്. ഈ ഡെവലപ്മെന്റ് ഇല്ലാത്തപ്പോഴാണ് ഈ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെയുള്ള ട്രൈബൽസിനെ ഇവർക്ക് അത് പറഞ്ഞ് ചൂഷണങ്ങൾ പറഞ്ഞ് അവർക്ക് അവരുടെ സൈഡിൽ നിർത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ട്രൈബൽസിന്റെ ഒരു വിഭാഗം ഈ പറഞ്ഞ മാവോയിസ്റ്റുകളുടെ സപ്പോർട്ടൊക്കെ പിന്നീട് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രി, അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പോലീസ് ഫോഴ്സസ്, CRPF ഇവരെല്ലാം ചേർന്ന് കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് നടത്തി മാവോയിസ്റ്റുകളുടെ സ്വാധീനം, ഈ റെഡ് കോറിഡോർ എന്ന സംഭവം ഇപ്പം ഇല്ല. അപ്പം അങ്ങുഞ്ഞൊക്കെ അത് നമ്മളെ കേരളത്തിലുണ്ട്, വയനാട്ടിലും നിലമ്പൂരും ഒക്കെ ചെറിയ ചെറിയ പ്രസൻസ്, അതുപോലുള്ള പ്രസൻസ് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ അവസാനത്തെ അവരുടെ ബാസ്റ്റിയൻസിൽ ഉൾപ്പെടെ അവർ പ്രസൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ സംഭവിക്കും. ഹോം മിനിസ്ട്രി പറഞ്ഞ 2026 തീരുമെന്നാണ്. അതറിയത്തില്ല, പക്ഷെ സ്റ്റിൽ ദേ ആർ പ്രോഗ്രസിങ് ഇൻ എ വെരി പോസിറ്റീവ് ഡയറക്ഷൻ. അതിൽ സംശയമൊന്നുമില്ലാത്ത കാര്യം. ഡിഫീറ്റ് ഫോർടോൾഡ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, അതും നമുക്ക് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത്
ഈ പ്രധാനമന്ത്രിയുടെ PM ഇന്റേൺഷിപ്പ് സ്കീമിനെ കുറിച്ചാണ്. PM ഇന്റേൺഷിപ്പ് സ്കീം. ഈ PM ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്ന സംഗതി ഈ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ 4.1 കോടി ആൾക്കാർക്ക് 4.1 ക്രോർ യൂത്തിന് സ്കില്ലൊക്കെ ഇമ്പാർട്ട് ചെയ്ത് അവർ ജോബ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിട്ട് മാറ്റും എന്ന് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 5 പിന്നീട് സ്കീമുകളും അവർ അനൗൺസ് ചെയ്തു. ആ 5 സ്കീംസിൽ ഒരു സ്കീമാണ് ഈ PM ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ ഒക്ടോബർ 3 അത് സ്റ്റാർട്ട് ചെയ്യാണ്. ഒക്ടോബർ 3 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പോർട്ടലൊക്കെ ഉണ്ട്, അതിൽ കയറി നമുക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്യാം. അപ്പൊ ഈ സ്കീം യഥാർത്ഥത്തിൽ വളരെ ലോഡബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണ്, ലോഡബിൾ ആയിട്ടുള്ള സ്കീമാണെന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഹിന്ദു എഡിറ്റോറിയൽ പറയുന്ന കാര്യം, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് എഡ്യൂക്കേഷൻ ഇപ്പം നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചിറങ്ങുന്ന പിള്ളേരുണ്ട്, സ്കിൽ വേണ്ട, പിന്നീട് പല ഇപ്പൊ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരൊക്കെ പലരും എംപ്ലോയബിൾ അല്ല എന്നൊരു പരാതി നമ്മളുടെ ഇന്ത്യയിലെ ഓൺട്രപ്രണേഴ്സ് അതുപോലെ തന്നെ കമ്പനീസ് ഒക്കെ പരാതിപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് 1 കോടി യൂത്തിന് ഈ PM ഇന്റേൺഷിപ്പ് സ്കീം വഴി ഇന്ത്യയിലെ ലീഡിംഗ് 500 കമ്പനീസിൽ 500 കമ്പനീസിൽ 5 വർഷം കൊണ്ട് ഇന്റേൺഷിപ്പ് കൊടുത്ത് ഒരു സ്റ്റുഡന്റിന് 1 വർഷത്തേക്കുള്ള ഇന്റേൺഷിപ്പ്, അങ്ങനെ 5 വർഷം കൊണ്ട് 1 കോടി യൂത്തിന് ഇന്റേൺഷിപ്പ് കൊടുക്കുക. അതാണ് ഇതിന്റെ ലക്ഷ്യം 500 കമ്പനികളിൽ. അപ്പം ഈ ഇന്റേൺഷിപ്പ് അതൊന്നും ഇനി പറയുന്നില്ല, പക്ഷെ ഇതാണ് ആ സ്കീം. ആ ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന സമയത്ത് ഓരോ മാസവും 12 മാസമാണ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. ഓരോ മാസവും ഈ സെലക്ട് ചെയ്യപ്പെട്ട യൂത്തിന് 5000 രൂപ വെച്ച് സ്റ്റൈപ്പൻഡ് കിട്ടും. ഈ 5000 രൂപയ്ക്ക് പുറമെ ഒരു 1 ടൈം പേയ്മെന്റ് ആയിട്ട് ഒരു 6000 രൂപയും കിട്ടും. അങ്ങനെ മൊത്തം 66,000 റുപ്പീസ് കിട്ടും ടോട്ടൽ. അതാണ് ഈ ഒപ്പം തന്നെ ഈ ഇപ്പം റിലയൻസ് ഒക്കെ പോലുള്ള ഇന്ത്യയിലെ ടോപ്പ് നോച്ച് കമ്പനീസിലാണ് ഈ ഇന്റേൺഷിപ്പ് സ്കീം നടപ്പാകുന്നത്. അപ്പം ഈ എൻഡ് ഓഫ് ദ അപ്രന്റീസ്ഷിപ്പ് പ്രോജക്ട് ഇവര് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യബിൾ ആയിരിക്കും. അപ്പൊ ഇതും കൊണ്ട് വേറൊരു കമ്പനിയിൽ അവർ ജോലിക്ക് പോകുമ്പോൾ ഇയാള് എംപ്ലോയബിൾ ആണോ, ഈ യൂത്ത് എംപ്ലോയബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു പോസിറ്റീവ് അഫർമേഷൻ ആ ഇന്റർവ്യൂവറിന്, പുതിയ കമ്പനിയിലേക്ക് വരുമ്പോൾ ഇന്റർവ്യൂവറിന് ഈ സ്കിൽസ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് റിലയൻസിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ബിർലയുടെ കമ്പനിയിലെ ഒരു സർട്ടിഫിക്കറ്റ്, ടാറ്റയുടെ ഒരു കമ്പനിയിലെ അപ്രന്റീസ്ഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ അത് ഭയങ്കര വാല്യബിൾ ആയിരിക്കും. അത് വാല്യബിൾ എന്ന് മാത്രമല്ല, അവരെ അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും വേറൊരു കമ്പനി ജോലിക്കല്ലോ. ചിലപ്പോൾ ഈ കമ്പനി തന്നെ, അപ്രന്റീസ്ഷിപ്പ് കൊടുക്കുന്ന കമ്പനി തന്നെ ചിലപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ട്രെയിൻ ചെയ്ത കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് വേണ്ട റെക്വിസിറ്റ് സ്കില്ലൊക്കെ കിട്ടി അവര് അതിന് ഫിറ്റ് ഫോർ ജോബ് അതാണെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ ഇവിടെ തന്നെ ജോലി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ സ്കീം അതുകൊണ്ട് തന്നെ വളരെ നല്ല സ്കീമാണെന്ന് ഇതിൽ പറയാം. ഇത് ഡിസംബർ 2 തൊട്ട്, ഇപ്പൊ ഇത് ഒക്ടോബർ 3 സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പോർട്ടലിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്യാം. അതിന്റെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഡിസംബർ 2 തൊട്ട് ഇതൊരു പൈലറ്റ് സ്കീം ബേസിസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, 1.25 lakhs പിള്ളേരെ ആദ്യം ട്രെയിൻ ചെയ്യിച്ചുണ്ട്. അത് ഈ 1.25 lakhs ആൾക്കാരെ ഈ പൈലറ്റ് സ്കീമിൽ കുറച്ച് കമ്പനികൾ അവർ ഇന്റേൺഷിപ്പ് കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് ഇവർ സ്റ്റഡി ചെയ്യും. ആക്ച്വലി ഈ സ്കീം എങ്ങനെ വേണമെന്ന് അനലൈസ് ചെയ്യുന്ന അടുത്ത 1 വർഷം കൊണ്ടായിരിക്കും. ഈ ഡിസംബർ 2 1.25 lakhs ഇന്റേൺസിന് എടുത്തിട്ട് അടുത്ത ഡിസംബർ 2025 ഡിസംബർ 2 ആകുമ്പോഴത്തേക്ക് ഇവർ പഠിച്ചിറങ്ങൂലേ, ഇവരുടെ ഇന്റേൺഷിപ്പ് കഴിയൂലേ. അപ്പൊ അവർ എത്രത്തോളം എംപ്ലോയബിൾ ആയിട്ടുള്ള സ്കില്ലുകൾ അക്വയർ ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കീമിനെ പിന്നെയും ഫൈൻ ട്യൂൺ ചെയ്യും. ഈ ഇൻഡസ്ട്രീസുമായിട്ടൊക്കെ ഉള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ വഴി ഗവൺമെന്റും ഇൻഡസ്ട്രീസും ചേർന്ന് ഈ സ്കീമിന് ഈ അടുത്ത 1 വർഷം കഴിയുമ്പോഴത്തേക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടിയ ഈ പൈലറ്റ് സ്കീമിൽ നിന്ന് കിട്ടിയ ഇതുകൊണ്ട് ഓക്കെ. അപ്പൊ പൊതുവെ ഈ സ്കീം സക്സസ്ഫുൾ ആവാനാണ് സാധ്യത പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്ത്യയിൽ 5 സ്റ്റേറ്റുകളാണ് മാനുഫാക്ചറിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ കർണാടകം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, അങ്ങനെയുള്ള 4-5 സ്റ്റേറ്റുകളാണ് പിന്നീട് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഈ സ്കീം പറയുന്നത് ഒരു കുട്ടി ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്താൽ അവർക്ക് ആ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റിലോ അവർക്ക് മാക്സിമം ഇന്റേൺഷിപ്പിന്റെ അവസരം കൊടുക്കുമെന്നാണ്. പക്ഷെ ബീഹാർ പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ പോകണം. ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് ഉള്ള അവിടേക്കാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരം സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ മാനുഫാക്ചറിംഗ് ബേസ് ഇല്ല, മാനുഫാക്ചറിംഗ് ഹബ്ബുകളില്ല. അപ്പൊ അവരെ എവിടെ കൊണ്ട് ഇന്റേൺഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് എവിടെ കൊടുക്കാൻ പറ്റും? അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഒരുപാട് 5-6 സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ പ്രോപ്പർ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള ഹബ്ബുകളുള്ളൂ. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗിന്റെ മെജോറിറ്റി നടക്കുന്ന ആ സ്റ്റേറ്റുകളിലാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ പൈലറ്റ് പ്രോജക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് സ്റ്റഡി ചെയ്യാൻ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും കഴിയും.
പിന്നെ വേറൊരു കാര്യം, ഇത് മെയിൻലി മാനുഫാക്ചറിങ്ങിലാണ് ഈ ഇന്റേൺഷിപ്പ് കൊടുക്കാൻ പോണത്. പക്ഷെ അത് മാത്രം പോരാ, ഡിജിറ്റൽ മേഖലയിലും മറ്റ് സർവീസ് മേഖലയിലും കൂടെയൊക്കെ ഈ ഇന്റേൺഷിപ്പിനുള്ള അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇത് PM ഇന്റേൺഷിപ്പ് സ്കീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട October 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ 5,000 രൂപ സ്റ്റൈപ്പൻഡ് സെലക്ട് ആവുന്ന ആളിന് 6,000 രൂപ ഒരു ഓൺ ടൈം പേയ്മെന്റ് ആയിട്ട് അല്ലാതെയും കൊടുക്കും. ഇപ്പോൾ 1 വർഷത്തെ ട്രെയിനിങ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ 500 ടോപ്പ് കമ്പനീസിൽ അവരവരുടെ CSR റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ. ഓക്കെ, പിന്നെ ഇതിൽ ഒന്ന് രണ്ട് ഇന്റർനാഷണൽ റിലേഷന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻ, ഇതൊക്കെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടെന്ന് പറയാം. എ 3-tier war in West Asia with no end game എന്ന് പറഞ്ഞ് സ്റ്റാൻലി ജോണി എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഈ ഇസ്രായേല് ഇന്നായപ്പോൾ 1 വർഷമായി അറ്റാക്ക് നടന്നിട്ട്. ഹമാസ് കഴിഞ്ഞ വർഷം October 7 ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ October 7 കംപ്ലീറ്റ് ആയി 1 year. അപ്പൊ അതിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഹിന്ദുവിൽ ഈ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അന്ന് ഇസ്രായേൽ അവരുടെ ഡിസൈഡ് ഒബ്ജക്റ്റീവ് വാസ് ടു എലിമിനേറ്റ് ഹമാസ് ഫ്രം ഗാസ, and also they wanted to release the hostages held by Hamas during the October 7 attack in Israel. പക്ഷെ ഈ 2 ഒബ്ജക്റ്റീവ്സിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇപ്പൊ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് IDF പറയുന്നതെന്ന് വെച്ചാല് ഹമാസ് ഈസ് an idea that cannot be eliminated completely by a war or something like that എന്നവർ പറഞ്ഞു. അവർ ഓപ്പൺലി അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഹോസ്റ്റേജസ് 100 കൂടുതൽ ഹോസ്റ്റേജസ് ഇപ്പോഴും ഹമാസിന്റെ കയ്യിലുണ്ട്. അവർ പലരും കൊല ചെയ്യപ്പെട്ടെന്നാണ് പറയുന്നത്. ആ ഡെഡ് ബോഡി പോലും കണ്ടെടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂദീസ്, ഹെസ്ബുള്ള പോലുള്ള ഓർഗനൈസേഷൻസ് ഇസ്രായേലിന് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഹൂദീസ് റെഡ് സീയിൽ ഇസ്രായേലി ബൗണ്ട് ആയിട്ടുള്ള ഷിപ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു. സൗത്ത് ഇസ്രായേലില് ലെബനനിൽ ഇരുന്നുകൊണ്ട് ഹിസ്ബുള്ള അറ്റാക്ക് നടത്തുന്നു. അപ്പോൾ ആദ്യം ഈ ഹിസ്ബുള്ളയൊന്നും വലുതായിട്ട് തിരിച്ചടിക്കാതെ ചെറിയ ചെറിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവര് ഹിസ്ബുള്ളയെ വളരെ ശക്തമായി തിരിച്ചടിക്കുന്നു. ഹിസ്ബുള്ളയുടെ ടോപ്പ് ലീഡറിനെ തന്നെ ഈ ഇടയ്ക്ക് ഹസൻ നസ്രള്ള അല്ലെ അദ്ദേഹത്തിന്റെ പേര് കില്ല് ചെയ്തു. അപ്പം എന്നിട്ട് ലെബനനിൽ അവര് ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്തു. ഒപ്പം ഇറാൻ ഇപ്പോ ഈ ഹസൻ നസ്രള്ള എന്ന് പറയുന്ന ഈ ഹിസ്ബുള്ളയുടെ ലീഡറിനെ ഇസ്രായേൽ കില്ല് ചെയ്തപ്പോ ഇറാൻ ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ നടത്തി. അപ്പോൾ ഇസ്രായേല് ഇറാനെ തിരിച്ചറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ അറ്റാക്കുകളിൽ കൂടെ ഈ 3-tier ഉദ്ദേശിച്ചത് അവർ മെയിൻലി ഒരു ബോട്ടം ടയറിൽ ഹമാസുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയില്, മിഡിൽ ടയറിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള അറ്റാക്ക് ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ടോപ്പ് ടയർ ആയിട്ടുള്ള വാർ എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നതാണ് സ്റ്റാൻലി ജോണി പറയുന്നത്. പക്ഷേ ഇസ്രായേലും ഇറാനും തമ്മിലുള്ളൊരു വാർ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, ഇറാൻ ഡിസിസീവ്ലി ഇൻ കേസ് പരാജയപ്പെടുന്നു എന്ന് കരുതിക്കോ ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ദർ ഇസ് എ ചാൻസ് ഓൾസോ. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഡീപ് നെറ്റ്വർക്ക് ഇൻസൈഡ് ഇറാൻ ഉണ്ടെന്നാണ് പറയുന്നത്, അവരുടെ മൊസാദിന്റെ ഒക്കെ. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഇസ്മായിൽ ഖാനിയ എന്ന് പറയുന്ന പിന്നീട് ഹമാസിന്റെ ടോപ്പ് ലീഡറിന് ഇറാന്റെ അകത്ത് വെച്ച് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിൽ കറക്റ്റായിട്ട് അറ്റാക്ക് എടുത്ത് കില്ല് ചെയ്യാൻ അവർക്ക് പറ്റി. വേറെ ആരും മരിച്ചില്ല, ഇസ്മായിൽ ഖാനിയ മാത്രം. അത്രയും മൊസാദ് നെറ്റ്വർക്ക് അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കൺവെൻഷണൽ വാറിന് ഇറാനെ വലിയ പരിക്കേൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം, ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അവരുടെ ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഡോക്ടറിനൊക്കെ ചിലപ്പോൾ അവരെ ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ അവർ ന്യൂക്ലിയർ വാറിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിസാസ്ട്രസ് ഫോർ ദ എൻ്റയർ വെസ്റ്റ് ഏഷ്യൻ റീജിയൻ. അത് ഇന്ത്യക്കൊക്കെയും പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യയിലേക്ക് കിടക്കുന്നു. നമ്മളുടെ ആൾക്കാർ ഒരുപാട് പേരോട് ജോബ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഓയിൽ നീഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് നമുക്കൊക്കെ പ്രോബ്ലം ആവും. പക്ഷെ ഈ ഇസ്രായേൽ ഇപ്പോൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോയി പറഞ്ഞാൽ ലെബനന്റെയോ ഹമാസിന്റെയോ ഒക്കെ ടോപ്പ് ലീഡർഷിപ്പിനെ കില്ല് ചെയ്തെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഈ ഡിസൈഡ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ പോകുന്നില്ല. കാര്യം എന്താണ്, പാസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മുമ്പ് 2000-ന്റെ തുടക്കത്തിലൊക്കെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ ലീഡർഷിപ്പിനെ ഇവർ തന്നെ കില്ല് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ട് ഈ പറഞ്ഞ സംഘടനകൾ മുമ്പോട്ട് പോയില്ലേ, അവർ പൂർവാധിക ശക്തി പ്രാപിച്ച് വീണ്ടും ഇസ്രായേലിന് പരിക്കുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നു.
അപ്പം ഇപ്പോഴും ഈ ടോപ്പ് ലീഡർഷിപ്പ് കില്ല് ചെയ്യപ്പെട്ടതുകൊണ്ട് അവർ റീഓർഗനൈസ് ചെയ്യാനും വീണ്ടും ഇസ്രായേലിനെതിരെ അറ്റാക്ക് ഒക്കെ നടത്താനൊക്കെയുള്ള സാധ്യതയാണ് കൂടുതലും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി ഈ താഴെയുള്ള സംഭവമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെയുള്ള ആർട്ടിക്കിള് ഗുർമീത് റാം റഹീം എന്നൊക്കെ പറയുന്ന ഒരു ഹരിയാനയിലെ സിഖ് ലീഡറിനെ കുറിച്ചാണ് നമുക്ക് വേണ്ട. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ 100 days കംപ്ലീറ്റഡ് ബട്ട് ദ വർക്ക് ഹാസ് ജസ്റ്റ് ബിഗൺ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. അതും ഈ PM ഇന്റേൺഷിപ്പ് സ്കീമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഗതിയാണ്. ബാക്കിയൊക്കെ ജമ്മു ആൻഡ് കാശ്മീരിലെ വോട്ടിങ്ങിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഇത്. അത് എന്റെ ഓടിച്ചാന്ന് പറഞ്ഞത് എന്താണ്, ദ സ്റ്റാറ്റസ് ഓഫ് ദ സിവിൽ വാർ ഇൻ സുഡാൻ. ദ സ്റ്റാറ്റസ് ഓഫ് ദ സിവിൽ വാർ ഇൻ സുഡാൻ. സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്തൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ ഈ ലോകത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. ഒന്നും വേണ്ട, ഇന്ത്യയുടെ അതിർത്തിക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. നമ്മളാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ എന്ന് പറയാം ഈ രാജ്യത്ത് ജനിച്ചുകൊണ്ട്. പാകിസ്ഥാനിൽ എക്കണോമിക് ക്രൈസിസ് ആണ് ഇപ്പം. ബംഗ്ലാദേശിൽ എക്കണോമിക് ക്രൈസിസ് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ്. പാകിസ്ഥാനിലും പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട് ആക്ച്വലി, അവിടെയും കുറെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ പട്ടാളമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക, അത് തന്നെ ഒരു പ്രശ്നമാണ്. ശ്രീലങ്ക ഈസ് ഓൾസോ അണ്ടർ സിവിയർ എക്കണോമിക് ക്രൈസിസ് ആൻഡ് മാൽദീവ്സ് ഈസ് അണ്ടർ സിവിയർ എക്കണോമിക് ക്രൈസിസ്. നേപ്പാളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഭൂട്ടാൻ കുറച്ച് സമാധാനമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോഴും അവർ എക്കണോമിക്കലി ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഇന്ത്യയുടെ ചുറ്റിലുള്ള രാജ്യങ്ങളുടെ അവസ്ഥയാണ്. വെസ്റ്റ് ഏഷ്യയിലേക്ക് പോയാൽ ഇസ്രായേലികൾ ഇത്രയും ശക്തർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഏത് നിമിഷവും ആരെങ്കിലുമൊക്കെ അറ്റാക്കിൽ മരിക്കും എന്നുള്ള സിറ്റുവേഷനാണ് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത്. ചുറ്റിലും കിടക്കുന്ന പാലസ്തീൻ്റെ അവസ്ഥ നമുക്കറിയാം. ഹിസ്ബുള്ള ഉള്ള ലെബനനിൽ പല പല അറ്റാക്ക് നടക്കുന്നത്, സിറിയ, പിന്നീട് ലിബിയ, യമൻ, എല്ലാ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും പലയിടത്തും പിന്നീട് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ റിലേറ്റീവ്ലി കാമാണ്. പക്ഷെ അവിടെ ഒരു വാർ ചിലപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇറാനിലോട്ടൊക്കെ വാറൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻസ് ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവും. ആഫ്രിക്കയിൽ കണ്ടില്ല, സുഡാനിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമാണ് ജനിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം, ഈ സുഡാനിൽ ഞാൻ ഈ പത്രം വായിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് സുഡാനിലെ ജനങ്ങൾ എന്നും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുഡാൻ ആക്ച്വലി ഒമർ അൽ ബഷീർ എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്ററാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഡിക്റ്റേറ്ററിന്റെ കയ്യിൽ നിന്ന് ഈ പിന്നീട് ഒരു മിലിറ്ററി കൂപ്പ് വഴി ഈ ഭരണം അവിടുത്തെ പട്ടാളവും പാരാമിലിറ്ററി ഫോഴ്സും ചേർന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പൊ കരുതി പതുക്കെ ഒരു ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ സുഡാനിലുണ്ടാകുന്നു. പക്ഷെ സംഭവിച്ചത് അവിടുത്തെ പട്ടാളം എന്ന് പറഞ്ഞ SAF എന്നാണ് എന്റെ പട്ടാളത്തിന്റെ ഷോർട്ട് ഫോം. അന്ന് പഠിക്കുന്ന വേണ്ടി ജസ്റ്റ് പറഞ്ഞുള്ള അല്ല എക്സ്പാൻഷൻ ഒന്നും പഠിക്കേണ്ടത്. SAF എന്ന് പറഞ്ഞ അവിടുത്തെ പട്ടാളവും RSF എന്ന് പറഞ്ഞ നമ്മളിവിടുത്തെ CRPF ഇല്ലേ, ഇവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ഏറ്റവും വലിയ. അതുപോലെ അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് RSF. അപ്പൊ ഈ പട്ടാളവും RSFും തമ്മിൽ പരസ്പര സൗന്ദര്യപ്പണക്കമായി ആർക്കാണ് ശക്തി കൂടുതൽ, ആരവിടെ ഭരിക്കണം എന്ന്. പട്ടാളത്തിന്റെ ലീഡർ ആണെന്നുണ്ടെങ്കിൽ അബ്ദുൽ ഫത്താ അൽ ബുർഹാൻ ആണ്. ഈ അബ്ദുൽ ഫത്താ അൽ ബുർഹാൻ ആണ് ഇപ്പൊ അവിടുത്തെ ടോപ്പ് ലീഡർ എന്നാണ് UN ഉൾപ്പെടെ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് സുഡാന്റെ ലീഡറായിട്ട്. പക്ഷേ ഈ അബ്ദുൽ ഫത്താ അൽ ബുർഹാൻ എന്ന് പറഞ്ഞ പട്ടാളത്തിന്റെ SAFന്റെ ലീഡറിനെക്കാളും ശക്തി RSF എന്ന് പറയുന്ന അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സിന്റെ ഹംദാൻ ഡഗാലോ എന്ന് പറയുന്ന ആളിനാണ്. ഹംദാൻ ഡഗാലോ അയാളിപ്പം സുഡാന്റെ ക്യാപിറ്റലായ ഖാർത്തുമിന്റെ സമീപ പ്രദേശങ്ങളൊക്കെ മൊത്തം പിടിച്ചടക്കി കഴിഞ്ഞു. പുള്ളിക്ക് പക്ഷേ ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഇല്ല. ഞാൻ പറഞ്ഞു UN ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന SAFന്റെ ലീഡറായ അബ്ദുൽ ഫത്താ അൽ ബുർഹാനെയാണെന്ന്. ഈ പറഞ്ഞ അവിടുത്തെ പവർഫുൾ ലീഡറായ ഈ ഹംദാൻ ഡഗാലോയ്ക്ക് അത്രയും ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഇല്ല. ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഇല്ലെങ്കിലും അറബ് വേൾഡിന്റെ പല രാജ്യങ്ങളുടെയും സപ്പോർട്ടുണ്ട്. UAE ഒക്കെ സപ്പോർട്ട് ചെയ്യാക്കാണ്. അതുകൊണ്ട് അങ്ങേരൊക്കെ ഫണ്ടിങ്ങിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ആംസ് ഇവരുടെ സപ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് എല്ലാ ആയുധങ്ങളെ ആംസ് അല്ല കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. ഇവർ തങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പീസിന് വേണ്ടിയിട്ട് അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടി UN ശ്രമിക്കുന്നുണ്ട്, USA അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇവരാരൊക്കെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. ഇതൊരു പ്രിഡോമിനന്റ്ലി ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് തന്നെ സൗദിയും ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. അവിടെ ജനങ്ങൾ 10,000 കണക്കിന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ നിന്ന് ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ റെഫ്യൂജീസ് ആയിട്ട് തൊട്ടടുത്തുള്ള ചാട് പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അവര് യൂറോപ്പിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ കടലിലൊക്കെ ബോട്ടൊക്കെ തകർന്ന് മരിക്കുകയാണ്. പട്ടിണി, ഫാമിൻസ്, അങ്ങനെ ആകെപ്പാട ക്ഷാമം, അങ്ങനെ പ്രശ്നങ്ങളാണ്. അതാണ് ഈ പറഞ്ഞ ആർട്ടിക്കിളിന്റെ കണ്ടന്റ്. പക്ഷേ ഇത് വേണ്ട ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ നേടുന്നില്ല. വൈ? മെയിൻലി ഓൾ ദ മീഡിയ അറ്റൻഷൻ ഈസ് ടുവേർഡ്സ് വെസ്റ്റ് ഏഷ്യ ആൻഡ് ഓൾസോ ടുവേർഡ്സ് യുക്രൈൻ റഷ്യ വാർ. ഇൻ ബിറ്റ്വീൻ
ഈ ഒരു വലിയ സത്യത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നടക്കുന്നേക്കാളും യുക്രൈൻ റഷ്യ വാറിലൊക്കെ നടക്കുന്നേക്കാളും മരണങ്ങൾ കാഷ്വാലിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇതിലാണ്, ഡെത്തും ഒക്കെ. പക്ഷെ സ്റ്റിൽ അതിനെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ കാര്യം കഷ്ടമാണ്. കണ്ടോ, പട്ടിണിയോടുകൂടി ആൾക്കാർ വന്ന് ആഹാരത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നത്. അതാണ് ആഫ്രിക്കയിലെ സുഡാൻ. സുഡാൻ വൺസ് സ്പ്ലിറ്റ് ആയ രാജ്യമാണ്. സൗത്ത് സുഡാൻ എന്ന് പറയുന്ന രാജ്യം സുഡാനിൽ നിന്ന് സ്പ്ലിറ്റായി പുതിയ രാജ്യമായിട്ട് മാറി സൗത്ത് സുഡാൻ. ഇനി ബാക്കിയുള്ള സുഡാനും മിക്കവാറും സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഈ പറഞ്ഞ രണ്ട് ലീഡേഴ്സിന്റെ ഇടയിൽ. കാര്യം രണ്ടുപേരും പവർഫുൾ ആണ്, ആരും ഗിവ് അപ്പ് ചെയ്യാൻ റെഡിയല്ല. പിന്നെ ഇവിടേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് മൊയ്സു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹൈദരാബാദ് ഹൗസിൽ വെച്ച് കാണാൻ പോകുമ്പോൾ എന്തായിരിക്കും അവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? മെയിൻലി ഇന്ത്യയുടെ സപ്പോർട്ട് ഫോർ ഓവർകമ്മിങ് ദ എക്കണോമിക് ക്രൈസിസ് ബീങ് ഫേസ്ഡ് ബൈ മാൽദീവ്സ്. അതാണ് മെയിനായിട്ട് പുള്ളി ടേക്കപ്പ് ചെയ്യാൻ പോകണം. ഇവിടെ അത് മൊത്തം അതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ പിന്നെ ഇന്ത്യക്ക് അവരെ ഒരു ഗുഡ് ഹ്യൂമറിൽ പൈസ കൊടുത്തിട്ടായിരുന്നാലും നിർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാര്യം എന്താണ്, ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ ഇരിക്കുന്ന ആർച്ചിപ്പെലാഗോ ആണ് മാൽദീവ്സ്. അവിടെ ഇന്ത്യയുടെ പ്രസൻസ് നഷ്ടപ്പെട്ട അവിടെ ചൈനീസ് പ്രസൻസ് കൂടിയാൽ ഇറ്റ് വിൽ ബി എന്താ പറയുക, വെരി ബിഗ് സെക്യൂരിറ്റി ത്രെറ്റ് ഫോർ ഇന്ത്യ. എസ്പെഷ്യലി ദിസ് മാൽദീവ്സ് ഇസ് വെരി മച്ച് in close proximity to our ലക്ഷദ്വീപ്. അപ്പൊ ഇന്ത്യ ടാർഗറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് മാൽദീവ്സ് ഇരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മാൽദീവ്സ്. പിന്നെ താഴോട്ട് വരുമ്പോ സോനം വാങ്ചുക്കിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സോനം വാങ്ചുക്ക് ആയിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലഡാക്കിന്റെ ലീഡറാണ് സോനം വാങ്ചുക്ക്. ഹീസ് എ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ്. ഹീസ് നോട്ട് എ പൊളിറ്റിക്കൽ ലീഡർ, ബട്ട് ഹീസ് ആക്ച്വലി ക്യാമ്പയിനിങ് ഫോർ സ്റ്റേറ്റ്ഹുഡ് ഫോർ ലഡാക്ക്. And also he wants to include Ladakh in Schedule 6 of Indian Constitution. And the tribal നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലൊക്കെ പലതിനെയും 6th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ. അപ്പോൾ അവർക്ക് കുറച്ച് പ്രൊട്ടക്ഷൻസ് കിട്ടും, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻസ്, ബിക്കോസ് ദോസ് പ്ലേസസ് ആർ ട്രൈബൽ പ്ലേസസ്. These tribal places once included in the 6th schedule of Indian Constitution will get special treatment. അപ്പം ഈ പറഞ്ഞ ട്രൈബൽ മെജോറിറ്റി പ്ലേസ് ആണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പം അതും ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതാണ് സോനം വാങ്ചുക്കിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ എയർഫോഴ്സ് പ്ലാൻസ് ടു പ്രൊക്യൂർ 12 early warning aircrafts എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. AEWACS എന്ന് പറയുന്നൊരു സംഭവം, AWACS എന്ന് പറയുന്നൊരു സംഗതി, ഇതൊക്കെ നീ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി സർവൈലൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടെക്നോളജീസ് ആണ്. ഇത് അവാക്സ് എന്ന് പറയും, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആണ് അവാക്സ്, AWACS, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇത് ലോകത്തിലെ 2-3 രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. 360 സർവൈലൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അവാക്സ്. ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ട് അവാക്സ്, പക്ഷേ ഇന്ത്യയുടേതല്ല. ഫാൽക്കൺ എന്നാണ് ഇന്ത്യ യൂസ് ചെയ്യുന്ന അവാക്സിന്റെ പേര്. ഇത് ഇസ്രായേലിന്റെ നിന്ന് ഇന്ത്യ വാങ്ങിയതാണ്. ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത ഫാൽക്കൺ എന്ന് പറയുന്ന വാക്സ് ആണ് ഇന്ത്യ യൂസ് ചെയ്യുന്നത്. അല്ല അമേരിക്ക ഡെവലപ്പ് ചെയ്യുന്നത്, റഷ്യ ഡെവലപ്പ് ചെയ്തൊക്കെ വാക്സ് ഉണ്ട്. ഇനി ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇത് 360 ആണ്. 360 സർവൈലൻസ് ആണ്. 300 ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളൂ. 300 സർവൈലൻസ് ഉള്ള സംഭവം നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ AEWACS എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, AEWACS എന്ന് പറയും, എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അത് ഇന്ത്യയുടെ ഇതൊരു ടെക്നോളജിയാണ്. ഇതൊരു ടെക്നോളജിയാണ് അവാക്സ്. ഇത് അവാക്സ് എന്ന് പറയുന്ന ടെക്നോളജി, അത് ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയുടെ പേര് ഫാൽക്കൺ. ഈ AEWACS എന്ന് പറയുന്നത് 300 സർവൈലൻസിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തതിന്റെ പേര് നേത്ര എന്ന് പറയും. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത AEWACS ആണ് നേത്ര. അപ്പൊ ഇന്ത്യ ഈ AEWACS ഇന്ത്യയുടെ തന്നെ DRDO ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ കുറച്ച് പ്ലെയിനുകളിൽ ഘടിപ്പിക്കാൻ പോവുകയാണെന്ന് അതിനെ കുറിച്ചുള്ളതാണ്, പഠിച്ചു വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ചെന്നൈയിൽ ഇന്നലെ നടന്ന എയർഫോഴ്സ് ഷോ. അപ്പോൾ എയർഫോഴ്സ് ഡേയുടെ ഭാഗമായിട്ടാണ് നടന്ന അതിനെ കുറിച്ചുള്ള ന്യൂസ്. ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. താഴോട്ട് വരുമ്പം എല്ലാ പൊളിറ്റിക്കൽ ന്യൂസൊന്നും വേണ്ട. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ 5 ലാംഗ്വേജസിന് കൂടെ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടി. അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. ക്ലാസിക്കൽ ലാംഗ്വേജസ് ഇന്ത്യയിൽ 5 ലാംഗ്വേജസിന് ഓൾറെഡി ഇന്ത്യയിൽ മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഒഡിയ ഇങ്ങനെ കുറെ ലാംഗ്വേജസിന് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് ഡേ ബിഫോർ യെസ്റ്റർഡേ യൂണിയൻ ക്യാബിനറ്റ് ഡിസൈഡഡ് ടു ഗിവ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ടു 5 other Indian languages.
അതിൽ മറാത്തി ഉണ്ട്, ബംഗാളി ഉണ്ട്, ആസാമീസ് ഉണ്ട്, പാലി ഉണ്ട്, പ്രകൃതം ഉണ്ട്. മറാത്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലാംഗ്വേജ് ആണ്, ബംഗാളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലാംഗ്വേജ് ആണ്, ആസാമീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലാംഗ്വേജ് ആണ്, പാലിയും അറിയാവുന്നതായിരിക്കും. പ്രകൃതം എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആദ്യത്തേക്കാണ്, PRAKRIT, പ്രകൃത്. അപ്പോൾ ഏതൊക്കെ ഒരു എക്സാമ്പിൾ ചോദിക്കാം. റീസെന്റ് യൂണിയൻ ഗവൺമെന്റ് ഡിസൈഡഡ് ടു ഗീവ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ടു വിച്ച് വൺ ഓഫ് ദ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട് താഴെ കുറച്ച് 4-5 ഓപ്ഷൻസ് കൊടുത്തിരുന്ന ഇത് ചിലപ്പോൾ ഇതിൽ ഉള്ള ഏതായാലും ഒരെണ്ണം തന്നേക്കുമല്ലോ. ഓക്കെ, മറാഠി ഉണ്ട്, ബംഗാളി ഉണ്ട്, ആസാമീസ് ഉണ്ട്, പാലി ഉണ്ട്, പ്രകൃതം ഉണ്ട്. ഓക്കെ, പിന്നെ ജഗദീപ് ധൻഖർ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. അത് അദ്ദേഹം ജുഡീഷ്യറിയെയും ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിന്റെയും ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഇന്നലെ ഒരു സ്പീച്ചിൽ സംസാരത്തിനെ കുറിച്ചാണ്. അപ്പം ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, അതുപോലെ എക്സിക്യൂട്ടീവ്, ഇത് മൂന്നും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് അവർ ഓരോരുത്തരുടെ റോൾസുകളും ഇന്ത്യ പോലുള്ള ഒരു രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്ന വെച്ചാൽ ഇവർ പരസ്പരം ഇന്റർഫിയർ ചെയ്യാത്തത് കൊണ്ടാണെന്നും ഒക്കെ നമുക്ക് അറിയാം. അപ്പം ഓരോരുത്തർക്കും ഓരോ റോൾസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാതെ പിന്നെ ബ്യൂറോക്രസിയും കൂടെ വരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് മണി വേസ് ആണ്. ഹിന്ദു മൺഡേസിൽ ബിസിനസ് പേജ് കാണുന്നതിന് പകരം മണി വേസ് പേജ്. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജ് ആണ്. ഇന്റർനാഷണൽ പേജിൽ ടുണീഷ്യയിൽ നടക്കുന്ന ഇലക്ഷനെ കുറിച്ച്. ടുണീഷ്യ ഇലക്ഷൻ കഴിഞ്ഞു. അവിടെ ഇപ്പൊ ഒരു ഡിക്റ്റേറ്റർ പോലെ ഒരാളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന. ടുണീഷ്യയുടെ ആ ഡിക്റ്റേറ്റർ എന്ന് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. കൈസ് സയ്യിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്നെ അവിടെ വീണ്ടും അധികാരത്തിൽ വരുന്ന പറഞ്ഞ കാര്യം. ഓപ്പോസിഷൻ ലീഡേഴ്സിനെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കാണ്. ഏതാണ്ട് നമ്മളെ പുട്ടിന്റെ ഒക്കെ ഒരു സ്റ്റൈലാണ്. അപ്പൊ കൈസ് സയ്യിദ് ഈസ് ദ president of Tunisia. He is going to be re-elected in Tunisia again in the current election. And capital of Tunisia is Tunis. എന്നാണ് ഓർമ്മ, ചെക്ക് ചെയ്തോളണം. പിന്നെ യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ ചീഫാണ് ഫിലിപ്പോ ഗ്രാൻഡി. യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഓർഗനൈസേഷന്റെ ചീഫ്. പിന്നെ ചൈനയുടെ പ്രസിഡന്റും നോർത്ത് കൊറിയയുടെ പ്രസിഡന്റും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആരാണ്? കിം ജോങ് ഉൻ. പിന്നെ താഴോട്ട് വരുമ്പോ ഇറാന്റെ ഖുഡ്സ് ഫോഴ്സിന്റെ ചീഫ് ലെബനനിൽ പോയി ഈ ഇടയ്ക്ക് വിസിറ്റ് നടത്തി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെ കാണാനില്ല. ഇറാനോ ലെബനന്റെ ലീഡർഷിപ്പിനോ അദ്ദേഹമായിട്ട് ഇതുവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹം കൊല്ലപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഖുഡ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിന്റെ ചീഫ് അദ്ദേഹം കില്ല് ചെയ്യപ്പെട്ട് കാണാൻ സാധ്യത. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനോ ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്തിനോ ഒന്നും അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഗാസയിൽ നടക്കുന്ന ഇസ്രായേലിന്റെ അറ്റാക്കിനെ കുറിച്ചും റഷ്യൻ ഫോഴ്സസ് യുക്രൈനിൽ നടത്തുന്ന അറ്റാക്കിനെ കുറിച്ചും ഒക്കെ തന്നെയാണ് ന്യൂസുകൾ. ബാക്കിയൊന്നും നമുക്ക് അവിടെ ആവശ്യമുള്ളതല്ല. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ T20 വേൾഡ് കപ്പ് UAE സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച ന്യൂസ് ഉണ്ട്. പിന്നെ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് T20 മാച്ചിനെ കുറിച്ചുണ്ട്. പിന്നെ ചെസ്സിന്റെ ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ആര് ജയിക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ, ലാ ലിഗ, സ്പാനിഷ് ഫുട്ബോൾ ലീഗിന്റെ പേരാണ് ലാ ലിഗ, സിരി എ, ബുണ്ടസ് ലീഗ, ഇതിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. പ്രീമിയർ ലീഗ് എവിടത്തെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗാണ് EPL, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. സിരി എ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഫുട്ബോൾ ലീഗാണ്. ബുണ്ടസ് ലീഗ ജർമ്മനിയിലെ ഫുട്ബോൾ ലീഗാണ്. ബുണ്ടസ് ലീഗ BUNDESLIGA. പിന്നെ ലാ ലിഗ സ്പെയിനിലെ ഫുട്ബോൾ ലീഗാണ്. ലാ ലിഗ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ നാളെ നമുക്ക് വീണ്ടും കാണാം. എനിക്ക് വേറെ തൊണ്ടയ്ക്കൊന്നും പ്രശ്നമൊന്നും നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.